ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ CC പ്ലാന്റ്സിനെ പറ്റിയാണ്. അത് വന്നിട്ട് അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ നാട്ടിലെ കുറച്ച് കാഴ്ചകളും കാണാം. ഞാൻ ഈ കാണിക്കുന്ന ബ്രിഡ്ജൊക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, ഞാൻ നോക്കാം. അതുപോലെ തന്നെ CC പ്ലാന്റ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് നഴ്സറികളിലും അതുപോലെ വീടുകളിലെല്ലാം തന്നെ ഇപ്പോൾ കാണുന്നതാണ്. വളരെ ലോ മെയിൻ്റനൻസ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതെൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയാണ്. കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇപ്പം ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ടെറാറിയം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടെറാറിയത്തിൽ 2 പ്ലാന്റ്സ് ഇപ്പം കുറച്ചും കൂടി അങ്ങ് വളർന്നു. അതാണ് ഈ ബൾബ് ഷേപ്പിൽ കിടക്കുന്ന ഒരു പോട്ട്. അതുപോലെ തന്നെ ഗ്ലോബ് ഷേപ്പിൽ കിടക്കുന്നത് ഇതെല്ലാം ഫേൺസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് സാറിന് നമ്മളെപ്പോഴും കാണുന്ന ഒരു പുല്ല് പോലത്തെ ഒരു ടൈപ്പിലെ പ്ലാന്റാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങ് വളർന്നു വന്നു. പലരും എന്നോട് ചോദിച്ചായിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്റ്റേജ് എങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വഴി എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് പെറ്റ്സും പ്ലാന്റ്സും ഒക്കെ വളരെ ഇഷ്ടമാണ്. എനിക്കിവിടെ ഫ്ലാറ്റിലായത് കാരണം അധികം സ്പേസ് ഇല്ല പ്ലാന്റ്സൊക്കെ വെക്കാനായിട്ട്. അപ്പം ഒരു ബാൽക്കണിയേ ഉള്ളൂ. ആ ബാൽക്കണിയിലാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. CC പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ടാണ് എപ്പോഴും തോന്നുന്നത്. നല്ല ഡാർക്ക് ഗ്രീനിൽ വരും. അപ്പം അതിൻ്റെ ആ ഒരു ലീവ്സ് പുതുതായിട്ട് വരുന്നതെല്ലാം തന്നെ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ അകത്താണ് വരുന്നത്. പലപ്പോഴും നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോഴും കാണാറുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു തണ്ട് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇനിയും പോകുമ്പോഴത്തേക്ക് അങ്ങനെ അതിൻ്റെ ഒരു ലീഫ് മാത്രം ചോദിച്ചാൽ മതി. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ അതിൻ്റെ ലീഫ് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള CC പ്ലാന്റ്സ് ആണ്. അത് ഒരു ഡാർക്ക് കളറിലാണ് വരുന്നത്. അതിൻ്റെ ലീവ്സൊക്കെ വന്നിട്ട് ഒരു ബ്രൗൺ ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. 2 ആഴ്ച വീട്ടിലില്ലാന്ന് തന്നെയാണെങ്കിൽ പോലും നമുക്ക് വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് വളരെ കുറച്ച് വെള്ളം മതി. അതുപോലെ തന്നെ ലോ ലൈറ്റ് ആ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചാൽ പോലും ഇത് നന്നായിട്ട് വളർന്നു വരും. എന്നാലും എൻ്റെ ഒരു സജഷൻ അനുസരിച്ചിട്ട് ഏതെങ്കിലും വിൻഡോ സൈഡിലായിട്ട് ഈ പ്ലാന്റ് വെക്കുവാണെങ്കിൽ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇതിൽ വേണമെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ലപോലെ വെളിച്ചം കിട്ടുന്ന ഭാഗത്താണെങ്കിലും നന്നായി വളരുന്ന ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ളതാണ് CC പ്ലാന്റ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് തന്നെ ഞാൻ ആ ഒരു കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ലീവ്സ് വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് ആ പൊട്ടറ്റോ ഷേപ്പിലൊരു എന്താ പറയുക ബൾബ് ഷേപ്പിലുള്ള അതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് പോലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോയിലിൽ ഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ഡേയ്സിനുള്ളിൽ നല്ലപോലെ വേര് വരാൻ തുടങ്ങും. അങ്ങനെ വേണമെങ്കിലും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഷൈനിങ് ആണ് ഇതിൻ്റെ ലീവ്സ് എല്ലാം കാണാൻ തന്നെ. ഇടയ്ക്ക് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ മാത്രം മതി.
ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അത് കട്ട് ചെയ്ത് നമുക്കൊരു 3-4 ഭാഗമായിട്ട് മാറ്റിയിട്ട് അത് വേണമെങ്കിൽ സോയിലിൽ ഡയറക്റ്റായിട്ട് വെക്കാം. ഞാനൊരു 15 ഡേയ്സ് മുമ്പ് വെച്ച കുറച്ച് ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 ലീവ്സാണ് എടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ലീവ്സ് എടുക്കുകയാണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 ഡേയ്സ് കഴിയുമ്പം തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് റൂട്ട്സ് വരാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ പോട്ടിലോട്ട് മാറ്റാം. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ മുമ്പ് ഒരു 1 വീക്കിന് മുമ്പായിട്ട് വെച്ച ഒരു ലീഫാണ്. അതിൻ്റെ അകത്തുനിന്ന് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് റൂട്ട്സ്. നല്ല മെച്യൂറായിട്ടുള്ള സ്റ്റെമ്മിൽ നിന്ന് വേണം നമുക്ക് ലീവ്സ് കട്ട് ചെയ്യാനായിട്ട്. ഇത് ഞാൻ 15 ഡേയ്സ് ബാക്ക് വെച്ചിരുന്ന ലീഫാണ്. അതിൻ്റെ അകത്തുനിന്ന് റൂട്ട് വരാൻ തുടങ്ങി. ആ ഒരു ചെറിയ ബൾബ് ഷേപ്പിലുള്ള ആ ഒരു പൊട്ടറ്റോ ഷേപ്പിലുള്ളത് അതിൻ്റെ അകത്തുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ഞാൻ ഒരു സ്റ്റെമ്മിനെ തന്നെ 2-3 പാർട്സായിട്ട് കട്ട് ചെയ്തതാണ്. അതിൻ്റെ അകത്തുനിന്ന് ചെറുതായിട്ട് റൂട്ട്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സോയിലിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് തുടച്ച് വൃത്തിയാക്കുവാണെങ്കിൽ എപ്പോഴും നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊന്നും പൂപ്പലൊന്നും വരാതെ നോക്കണം. നമുക്ക് വേണമെങ്കിൽ ക്ലേ ബോൾസ് വേണമെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ CC പ്ലാന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് പുതിയ ലീവ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാസത്തിലൊരിക്കൽ കടലപ്പിണ്ണാക്ക ഒരു 3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് തരിയൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അങ്ങനെ സ്പ്രേ ചെയ്തിരിക്കുന്നതാണ് ഈ ലീവ്സിൻ്റെ മേളിൽ വൈറ്റ് പാച്ചസ് പോലെ കാണുന്നത്. ഈ CC പ്ലാന്റ്സിലൊക്കെ നല്ല സ്റ്റെമ്മെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല മെച്യൂറായിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പോട്ട്സിൽ വെക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഇപ്പം ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞ കണക്ക് ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ഒരു ലീഫ് ചോദിച്ചാൽ മതി. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. കാരണം ഇത് ലീഫ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമുക്കിത് നല്ലപോലെ വളർത്തി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെമ്മാണെങ്കിൽ പോലും ഒരെണ്ണം കൊണ്ടുവച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അത് വളർന്നു വരും. സാധാരണ നമ്മുടെ വീടുകളിൽ കോർണർ സൈഡിലായിട്ട് എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഈ CC പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നല്ല തിക്കായിട്ട് നിൽക്കും. നല്ല ഒരുപാട് ലീവ്സും ഉണ്ട്, സ്റ്റെമ്മുണ്ട്. അതുകൊണ്ട് വളരെ നല്ലതാണ്. ഇത് 2000 റുപ്പീസിന് മേളിലാണ് നഴ്സറികളിലെല്ലാം ഈ CC പ്ലാന്റ് ഇരിക്കുന്നത്. വളരെ റെയറായിട്ടാണുള്ളത്. ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഇതാണ്, ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് 2200-250 ആ റേഞ്ചിലാണ് എറണാകുളത്ത് മിക്കയിടത്തും കാണുന്നത് ഈ CC പ്ലാന്റ്. ₹100 തുടങ്ങിയിട്ടുള്ള CC പ്ലാന്റ്സ് ഉണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്ന CC പ്ലാന്റ്സ് ഒക്കെ ₹100 തുടങ്ങി നഴ്സറികളിൽ കാണാൻ പറ്റും. എല്ലായിടത്തും പല റേറ്റുകളാണ്. എറണാകുളത്താണെങ്കിൽ പോലും പല റേറ്റാണ് പല നഴ്സറികളിലും ഷോപ്സിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്.
കുട്ടികളുള്ളപ്പം എപ്പോഴും ഈ CC പ്ലാന്റ് വെക്കുമ്പോൾ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് വെക്കാൻ നോക്കുക. ഇതിൻ്റെ ലീവ്സൊക്കെ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. കണ്ണിനൊക്കെ ഇറിറ്റേഷൻസ് ഒക്കെ വരാം, ചിലപ്പം വൊമിറ്റിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെറ്റ്സൊക്കെ ഉള്ളത് ബേർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്താണെങ്കിലും നമ്മളുടെ പെറ്റ്സിനെ ഒന്നും ഈ പ്ലാന്റ് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് നോക്കരുത്. ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും മിക്കതിനും ടോക്സിക് എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് ഒരുപാട് പൊക്കം വെക്കത്തില്ല, വളരെ കുറച്ച് പൊക്കത്തിലാണ് വളരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ പ്ലാന്റ്സ് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് പൊക്കത്തിലോ എവിടെയെങ്കിലും വെക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുള്ളിടത്ത് ഒന്നും ഈ പ്ലാന്റ്സ് വെക്കാൻ നോക്കരുത്.